ലോകത്തിന്റെ ഒരു കോണിലുണ്ടാകുന്ന ചെറിയൊരു സാമ്പത്തിക ചലനം പോലും ഭൂഗോളത്തിന്റെ മറുപുറത്തുള്ള രാജ്യങ്ങളുടെ വിപണികളെയും ജനജീവിതത്തെയും നിമിഷ നേരം കൊണ്ട് സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിനിമയ നിരക്കുകളും ഭൗമ രാഷ്ട്രീയ നീക്കങ്ങളും പരസ്പരം അത്രമേൽ അദൃശ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഈ ഒരു പരസ്പര ബന്ധത്തെ അടിവരയിടുന്നതാണ്. അമേരിക്കയിലെ അപ്രതീക്ഷിതമായ തൊഴിൽ വളർച്ച, അതിന്റെ ഫലമായി രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിനും ക്രൂഡ് ഓയിലിനുമുണ്ടായ വിലയിടിവ്, പശ്ചിമേഷ്യയിൽ വീണ്ടും സജീവമാകുന്ന സമാധാന ചർച്ചകൾ, അതിനൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണക്കരുതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ ശക്തമായ മുന്നറിയിപ്പ്, ഇവയെല്ലാം ചേരുമ്പോൾ ആഗോള രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണെന്ന് നമുക്ക് വ്യക്തമാകും. ഈ സംഭവ വികാസങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആഗോളതലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള സാമ്പത്തിക വിദഗ്ധരുടെ മുൻവിധികളെയും പ്രവചനങ്ങളെയും പൂർണ്ണമായും തകിടം മറിക്കുന്ന കണക്കുകളാണ് US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കയിൽ പുതുതായി 1,72,000 പേർക്ക് തൊഴിൽ ലഭിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡൗൺ ജോൺസിലെ പ്രമുഖ സാമ്പത്തിക നിരീക്ഷകരും വിശകലന വിദഗ്ധരും പരമാവധി 80,000 പുതിയ തൊഴിലവസരങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ കണക്കുകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് അമേരിക്കൻ തൊഴിൽ വിപണി വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത മുന്നേറ്റം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളരെ സുരക്ഷിതവും ശക്തവുമാണെന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ പുതിയ തൊഴിൽ കണക്കുകൾ. സാധാരണയായി രാജ്യം വലിയ തോതിലുള്ള തൊഴിൽ വളർച്ച കൈവരിക്കുമ്പോൾ അത് വിപണിയിലെ പണപ്പെരുപ്പത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തി നിർത്തുകയാണ് ചെയ്യാറുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ശക്തമായ സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് ഉയർന്ന നിലയിൽ തന്നെ നിലനിൽക്കാൻ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന് ഈ പുതിയ കണക്കുകൾ കരുത്തുപകരും. വിപണിയിലെ പണം സുരക്ഷിതമാണെന്ന ബോധ്യം ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. പലിശ നിരക്കുകൾ പെട്ടെന്നൊന്നും താഴേക്ക് വരാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തൽ ശക്തമായതോടെ ആഗോള കറൻസി വിപണിയിൽ US ഡോളർ അതിന്റെ സർവാധിപത്യത്തോടെ കുതിച്ചുയരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ മൂല്യമളക്കുന്ന ഡോളർ ഇൻഡെക്സ് 0.66% ഉയർന്ന് 100.07 എത്തി നിൽക്കുകയാണ്. യൂറോ, ജാപ്പനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 കറൻസികൾക്കെതിരെയാണ് ഡോളർ ഈ നേട്ടമുണ്ടാക്കിയത്. വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഡോളർ സൂചിക വീണ്ടും 100 എന്ന നിർണായക പോയിന്റ് തൊടുന്നത് എന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ US ഗവൺമെന്റിന്റെ 10 വർഷത്തെ ട്രഷറി ഈൽഡ് അഥവാ കടപ്പത്ര ആദായ നിരക്ക് 0.041% ഉയർന്ന് 4.522% എത്തി നിൽക്കുകയാണ്. ഇത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ US ബോണ്ടുകളിലേക്ക് കൂടുതൽ പണമൊഴുകാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കൻ ഡോളറും US ബോണ്ടുകളും ഒരേ സമയം ശക്തമായത് ആഗോള വിപണിയിൽ സ്വർണത്തിന് കനത്ത പ്രഹരമായി മാറി. പലിശഭാരം ഉടൻ കുറയില്ലെന്ന നിക്ഷേപകരുടെ വിലയിരുത്തൽ സ്വർണത്തിന്റെ തിളക്കം കുറയ്ക്കുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $147.67 ഇടിഞ്ഞ് $4,328.6 കൂപ്പുകുത്തി. രാജ്യാന്തര വിപണിയിലുണ്ടായ ഈ വലിയ തകർച്ച കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിപണികളിലും പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് നിക്ഷേപങ്ങൾക്കുമായി സ്വർണത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് വരും ദിവസങ്ങളിൽ വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കാം എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. സ്വർണ്ണവില ഇത്രയധികം താഴേക്ക് പോകാൻ പ്രധാനമായും 2 കാരണങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ഡോളറും ബോണ്ട് ഈൽഡും ശക്തമാകുമ്പോൾ നിക്ഷേപകർ പൊതുവെ റിസ്ക് കുറഞ്ഞതും കൃത്യമായ പലിശ ആദായം ലഭിക്കുന്നതുമായ സർക്കാർ ബോണ്ടുകളിലേക്ക് വലിയ തോതിൽ പണം മാറ്റാൻ താൽപ്പര്യപ്പെടും. സ്വർണം കൈവശം വെക്കുന്നതിലൂടെ പലിശ ലഭിക്കാത്തതിനാൽ ഉയർന്ന പലിശ നൽകുന്ന ബോണ്ടുകളിലേക്ക് നിക്ഷേപം മാറുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു. രണ്ടാമതായി, അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് US ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ ഡോളർ കൂടുതൽ കരുത്താർജിക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വിദേശത്ത് നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് മുൻപത്തേക്കാൾ ചെലവേറിയതായി മാറും. ഇത് ആഭ്യന്തര വിപണിയിലെ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കുകയും വില വീണ്ടും താഴേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആഗോള സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭൗമ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ മറ്റൊരു പ്രസ്താവനയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യാപാര പ്രതിരോധ ഇടപാടുകളുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ഉപരോധങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണക്കാൻ ശ്രമിച്ചാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുന്ന ബൂമറാങ്ങായി മാറുമെന്നാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യ എന്നത് പൂർണ്ണ പരമാധികാരമുള്ള ഒരു വൻ ശക്തിയാണ്.
തങ്ങളുടെ രാജ്യത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ നിന്ന് വാങ്ങണം, ആരുമായി പ്രതിരോധ പങ്കാളിത്തം സ്ഥാപിക്കണം എന്നതിലൊക്കെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശം ഇന്ത്യക്കുണ്ട്. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഇന്ത്യ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. വിദേശത്തു നിന്നുള്ള യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തെളിയിച്ചിട്ടുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. തന്റെ പ്രസ്താവനയ്ക്ക് ആക്കം കൂട്ടാനായി പ്രധാനമന്ത്രിയാകുന്നതിനു മുമ്പ് നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിച്ച ചരിത്രപരമായ സംഭവം പുടിൻ ഓർമ്മിച്ചെടുത്തു. വിദേശ സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്നതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചത്. അന്ന് വിസ നിഷേധിക്കപ്പെട്ട മോദി പിന്നീട് വൻ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി. അതോടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ നിലപാട് മാറ്റേണ്ടി വരികയും വിസ വിലക്ക് റദ്ദാക്കേണ്ടി വരികയും ചെയ്തു. ഇന്ന് ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച നിലയിലാണെന്നത് വിദേശ ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോവില്ല എന്നതിന്റെ തെളിവാണെന്ന് പുടിൻ അടിവരയിട്ട് പറഞ്ഞു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സുദീർഘമായ സൗഹൃദത്തെയും തന്ത്രപ്രധാന പങ്കാളിത്തത്തെയും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു പുടിന്റെ വാക്കുകൾ. ആഗോള വിപണിയെയും രാഷ്ട്രീയത്തെയും അസ്ഥിരപ്പെടുത്തിയിരുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ചെറിയ രീതിയിലുള്ള ആശ്വാസ സൂചനകൾ കണ്ടു തുടങ്ങിയത് എണ്ണവിലയെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ലബനനിലെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞെങ്കിലും മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനോടൊപ്പം തന്നെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ലബനനിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇറാൻ അനാവശ്യമായി ഇടപെടരുതില്ലെന്നും സ്വതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ വ്യക്തമാക്കിയത് ഇതിനിടയിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. USുമായി വിലപേശുന്നതിനായി ഇറാൻ ലബനനെ ഒരു കരുവാക്കി മാറ്റുകയാണെന്ന കടുത്ത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ഈ നയതന്ത്ര നീക്കങ്ങളും പശ്ചിമേഷ്യ ശാന്തമാകുമെന്ന പ്രതീക്ഷകളും ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്നുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഒമാന് നേരെ നടന്ന ചില ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും എണ്ണ കയറ്റുമതിയെ അത് ബാധിച്ചിട്ടില്ലെന്ന വാർത്തയും വിപണിക്ക് ആശ്വാസമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ US ക്രൂഡ് വില ബാരലിന് 2.69% താഴ്ന്ന് $90.54 ലോകത്തിലെ പ്രധാന എണ്ണ സൂചികയായ ബ്രന്റ് ക്രൂഡും വില 2.04% കുറഞ്ഞ് $93.09 എത്തിയിട്ടുണ്ട്. എണ്ണവില ഇനിയും താഴേക്ക് പോകുമെന്നും ഇറാനും USഉം തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന നിരക്കുകളേക്കാൾ താഴേക്ക് വില ഇടിയുമെന്നുമാണ് ട്രംപ് പ്രവചിക്കുന്നത്. ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ നേരിട്ട് കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയെങ്കിലും ആ മോഹം തൽക്കാലം മാറ്റിവെക്കണമെന്ന കടുത്ത മറുപടിയാണ് ഇറാൻ ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. എങ്കിൽ പോലും അണിയറയിൽ നടക്കുന്ന ചർച്ചകൾ വിപണിക്ക് നൽകുന്ന സൂചനകൾ അനുകൂലമാണ്. ഈ സംഭവ വികാസങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലോകം ഒരു പുതിയ സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകുന്ന വളർച്ച ലോകത്തിലെ സ്വർണ്ണ വിപണിയെ തകിടം മറിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ചെറിയൊരു നയതന്ത്ര ചലനം ഇന്ധനവിലയെ നിയന്ത്രിക്കുന്നു. ഇതിനിടയിൽ റഷ്യയും അമേരിക്കയും ഉൾപ്പെടുന്ന വൻ ശക്തികൾക്കിടയിൽ സ്വന്തം അധികാരവും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി നിലകൊള്ളുന്നു എന്നതും ശ്രദ്ധേയമാണ്. പുടിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വളരുന്ന ആഗോള സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പശ്ചിമേഷ്യയിലെ ചർച്ചകളുടെ പുരോഗതിയും അനുസരിച്ചായിരിക്കും ആഗോള വിപണിയുടെയും ഒപ്പം ഇന്ത്യയുടെയും മുന്നോട്ടുള്ള പ്രയാണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.